ജിമ്മിൽ പോകുന്ന എല്ലാവരും ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ കാണുന്ന ന്യൂസും, അല്ലെങ്കിൽ കുറേ പേര് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ജിമ്മിൽ വന്നിട്ട് വാമപ്പ് പോലും ചെയ്യത്തില്ല. ചെയ്യാതെ ഓടിപ്പോയി ട്രെഡ്മില്ലിൽ കയറി ഹൈ ഇന്റൻസിറ്റി തന്നെ ഓടുക, അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് വന്ന ഉടനെ തന്നെ ഹെവി വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്ലഡിന്റെ പ്രഷർ കൂടുകയും എവിടെയെങ്കിലും ചെറിയൊരു രീതിയിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് അത് നേരെ പോയി എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം, പല ആൾക്കാരും ഈ ഇഞ്ചക്റ്റബിൾ സ്റ്റിറോയിഡ് ഡേഞ്ചറാണ്, ഈ ഓറലി എടുക്കുന്നത് വളരെ സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ട്. ഈ ഡൈനബോൾ, ക്ലെന്ന്, ഇതുപോലെ കുറേ ഐറ്റങ്ങളുണ്ട്. വെയിറ്റ് കൂടും, വെയിറ്റ് കുറയും, ഇതൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് കൊടുക്കുന്നത് ജിമ്മിലെ പല ട്രെയിനർമാരും അല്ലെങ്കിൽ ഏതെങ്കിലും സപ്ലിമെന്റ് ഷോപ്പിലെ ആൾക്കാരും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പോലും അറിയാത്ത ടീനേജേഴ്സ് ഉള്ള ആൾക്കാരാണ്. അതായത് വലിയ പ്രായമൊന്നും ഇല്ലാത്ത പിള്ളേർ സെറ്റാണ് ഇതെല്ലാം കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം കഴിക്കുന്നതിന് മുമ്പ് അതെന്താണ്, എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ ഇഞ്ചക്റ്റബിളിനെക്കാട്ടിലും ഡേഞ്ചറാണ് ഓറലി എടുക്കുന്ന സ്റ്റിറോയിഡ്. അതിപ്പോൾ ഞാൻ ഇഞ്ചക്റ്റബിൾ എടുക്കാനല്ല എന്ന് പറയുന്നത്, അത് അതിനെക്കാട്ടിലും വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ആരെങ്കിലും ഒരു സാധനം തന്ന പേപ്പറിൽ പൊതിഞ്ഞ് വരെ ഡൈനാബോൾ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ജിമ്മിൽ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അസുഖങ്ങൾ വരത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകത്തില്ല എന്നല്ല. ജിമ്മിൽ വന്നിട്ട് ഈ ഡയറ്റും കാര്യവും നോക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ജിമ്മിൽ വന്നാൽ എല്ലാം ഓക്കെ ആയി എന്നല്ല. ജിമ്മിൽ വന്നിട്ട് നേരെ പോയി പൊറോട്ടയും ബീഫും കഴിച്ചു, ഇല്ലെങ്കിൽ ബജ്ജിയും കാര്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ നോക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മളാണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല, ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം.